LDF പൊന്നാനി ലോക്കൽ തല തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കലാകായിക പ്രതിഭകളെ അനുമോദിച്ചു. സ്പോർട്സ് ട്രാക്ക് 2024 എന്ന പേരിൽ ചാണ RV ഹാളിൽ വെച്ചാണ് അനുമോദനം സംഘടിപ്പിച്ചത്. കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ വിജയം കൈവരിച്ച 12 പേരെയാണ് അനുമോദിച്ചത്. ചടങ്ങ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെൻറ് വന്നിട്ട് 3 വർഷമല്ല, ആ 3 വർഷത്തിൽ പൊന്നാനിയിൽ കൊണ്ടുവന്ന വികസന പ്രക്രിയക്കുള്ള പണം, ആ പണവും 20 വർഷമായി ഇവിടെ ജയിച്ചു പോയ ഒരു MP ഈ നാട്ടിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളൊന്ന് ചെറുതായി താരതമ്യം ചെയ്യാൻ അവരുടെ പ്രവർത്തന രീതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുക. സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമാണ് ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ആ സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ജനങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമാണ് തിരൂർ. തിരൂരിലാണ് റെയിൽവേ ലൈനുകളൊക്കെ കടന്നു പോകുന്നത്. 20 ബനാത്തുവാല അടക്കം നിരവധി വർഷങ്ങളായി അവർ ജയിച്ചു പോവാണ്. ഇന്നും 22 ട്രെയിനുകൾക്ക് മലപ്പുറം ജില്ലയിൽ സ്റ്റോപ്പില്ല. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന ട്രെയിനുകൾക്ക് മലപ്പുറം എന്നുള്ള കേരളത്തിൽ തന്നെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു ജില്ലയിൽ ഇത്രയും ട്രെയിനുകൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള റെയിൽവേയിൽ നിന്നും സ്റ്റോപ്പ് വരെ അനുവദിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പി നന്ദകുമാർ MLA, അജിത് കൊളാടി, PV അയ്യൂബ്, P ഇന്ദിര, T സത്യൻ, CP മുഹമ്മദ് കുഞ്ഞി, ഗംഗാധരൻ എന്നിവർ അനുമോദന പ്രസംഗം നടത്തി. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് MK സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ പ്രദോഷ് നന്ദി പറഞ്ഞു. NCV ന്യൂസ് പൊന്നാനി.